ഹായ്. അപ്പോ ഈ പെൺകുട്ടി ഇപ്പോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ സത്യം പറഞ്ഞ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. ഈ ബാലയുടെയും അമൃതയുടെയും വീഡിയോകൾ ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരുപാട് പേര് ഇതിനു വേണ്ടി സംസാരിക്കുന്നു. ബാലയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നവർ, അമൃതയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇപ്പോ ഇത് ഞാൻ ഈ പെൺകുട്ടിയുടെ ഈ ഒരു വീഡിയോ കണ്ടു കേട്ടോ. കണ്ടപ്പോ ഇത് പറയാതിരിക്കാൻ വയ്യ. അതായത് ഒരു പെൺകുട്ടി അനുഭവിച്ച ആ ഒരു ദുരിതം, ആ ഒരു വിഷമം ഇത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യമൊക്കെ വിചാരിച്ച് ഈ അമൃതയൊക്കെ ഭയങ്കര കുറച്ച് ജാടയായിരിക്കും. ആദ്യം ഞാനും വിചാരിച്ചിരുന്നു. കാരണം അമൃതയ്ക്ക് കുറച്ച് ജാടയാണ്, അല്ലെങ്കിൽ അമൃത ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിലൂടെ വന്ന് പ്രശസ്തിയായ ആളല്ല അമൃത. അതിനകത്ത് ഒരുപാട് സിംഗർ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഔട്ടായി പോയി. ഒത്തിരി ഗ്ലാമറും കഴിവും ഒക്കെയുള്ള ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വന്ന സീസണിലൊക്കെ വിജയിച്ചവരും ഒക്കെ ഉണ്ട്, ഫ്ലാറ്റുകൾ വാങ്ങിച്ചവരും ഒക്കെ. അവരെ കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അവരൊക്കെ എവിടെയാണെന്ന് പോലും ആരും തിരക്കുന്നില്ല. അപ്പൊ അമൃത വന്നിട്ട് ഇതിൽ ഒരുപാട് എന്താ പറയാ, ഫസ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അമൃത കുറച്ചുകൂടി പോപ്പുലാരിറ്റി ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ബാല എന്ന് പറയുന്ന നടനുമായി വിവാഹം ഉറപ്പിച്ചത് കൊണ്ടും വിവാഹം കഴിഞ്ഞത് കൊണ്ടും മാത്രമായി. അതൊക്കെ അവിടെ ആയിക്കട്ടെ. അതിനുശേഷം എന്താ പറയാ, അവർ നല്ല രീതിയിൽ ജീവിച്ചു വന്നു. പിന്നീട് ഇടയ്ക്ക് ഇന്റർവ്യൂകളിലൊക്കെ TV ചാനലിൽ രണ്ടുപേരും വന്നു. പിന്നീടാണ് ഇവർ തമ്മിൽ വേർപിരിയുന്നതൊക്കെയുള്ള വാർത്തകൾ വരുന്നത്. പിന്നീട് അത് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. പിന്നീട് ബാല മറ്റൊരു പെൺകുട്ടി, എലിസബത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. പിന്നീട് അവര് ഒരുമിച്ചുള്ള കുറെ വീഡിയോകളും ഒക്കെ TV ചാനലുകളും കുറെ ഷോയിലും ഒക്കെ വരുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോ നമ്മുടെ അമൃത ഇതുപോലെ ഗോപി സുന്ദർ എന്ന് പറയുന്ന ആളുമായിട്ട് പ്രണയത്തിലാവുകയും അവരൊരുമിച്ചുള്ള കുറച്ച് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നു. ഇവരൊരുമിച്ചോ എന്നൊക്കെ ചോദിച്ചു. പിന്നീട് എന്തോ ഈ രണ്ട് ഭാഗത്തും ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പാതി വഴിയിൽ ഇതെല്ലാം നിലച്ചുപോയി. അപ്പൊ വീണ്ടും നേരെ കറങ്ങി തിരിഞ്ഞ് മുൻകാല ഭാര്യയെ വേദനിപ്പിക്കാനായിട്ട് ഇറങ്ങിയ പോലെ ബാല ഇങ്ങനെ പറയുന്നതിനൊക്കെ വിപരീതമായിട്ട് ആ കുട്ടി വന്നിരുന്ന് വിഷമിച്ച് കുറെ കാര്യങ്ങൾ പറയാണ്. ആദ്യമൊക്കെ കരുതി ഒരു 3 വയസ്സില് കുട്ടിക്ക് നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ കുട്ടി ഇപ്പോഴും ഓർത്തു വെച്ച് പറയുന്നത്, ഇത് അമ്മ പറഞ്ഞു പഠിപ്പിച്ചതല്ലേ, ബന്ധുക്കള് അല്ലെങ്കിൽ നമ്മുടെ ആന്റിയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചതല്ലേ എന്നൊക്കെ നമ്മളൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഈ കണ്ട പെൺകുട്ടിയുടെ വീഡിയോ കണ്ടപ്പോ, അല്ലെങ്കിൽ അത് കേട്ടപ്പോ, അത് സത്യമാണെങ്കിൽ ബാലെ, നിങ്ങൾ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ബാലയോടുള്ള എല്ലാ ആദരവുകളും നമുക്ക് മറക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു സ്ത്രീയെയും ഇത്തരത്തിൽ വേദനിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സ്വന്തം ഭാര്യയുമായിട്ടുള്ള കിടപ്പറ രംഗങ്ങൾ വീഡിയോയിൽ ചിത്രീകരിക്കുക, അത് വെച്ച് അവരെ ഭീഷണിപ്പെടുത്തുക, അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ നിന്ന് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുക. അതായത് ഒരു വികൃതമായി ഒരു എന്താ പറയാ, ഒരു ഇതിനോടൊക്കെ എന്താ പറയാ, ഒരു വല്ലാത്ത ഒരു സൈക്കോ മൈൻഡ്. ഇങ്ങനെയൊക്കെയാണോ? ഇത് കേട്ടപ്പോ വളരെയധികം എന്താ പറയാ, വിഷമവും ദേഷ്യവും ഒക്കെ തോന്നുന്നു. ഇത് നിങ്ങളുടെ തമിഴ്നാടല്ല, ഇത് കേരളമാണ്. കേരളത്തിലെ പെൺകുട്ടികൾ ഇത്രത്തോളമൊക്കെ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? ഇത് വളരെയധികം തെറ്റായിപ്പോയി.